ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് വന്നേക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്രിസ്മസ് ആവാറായല്ലോ. ഇനി 3-4 ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിസ്മസ് ആയി. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ക്രിസ്മസ് കരോള് വീടുകളിലേക്ക് വരില്ല. അതിന് പകരം പള്ളിയിൽ എല്ലാ ഫാമിലി മെമ്പേഴ്സും കൂടി ചേർന്ന് ക്രിസ്മസ് കരോള് ആഘോഷിക്കുകയാണ് ചെയ്യുക. അപ്പോൾ കുർബാന ഉണ്ടാവും, 6 മണി തൊട്ട് കുർബാന ഉണ്ടാവും. കുർബാന കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരോള് ഉണ്ടാവും. പിന്നെ എല്ലാവരും പാട്ടും കളികളും ഡാൻസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് ഇന്ന്. അപ്പോൾ ഇന്നാണ് കാരൽ സിംഗിങ് ഇവിടെ. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഒരു 5:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ റെഡിയായി. ഞങ്ങളെല്ലാവരും അപ്പോഴേക്കും ചേട്ടൻ ഓഫീസിലാണ്, ചേട്ടൻ അപ്പോഴേക്കും വരും. പിന്നെ അനിക്കേത്തും റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. കൃതിക ട്യൂഷന് പോയേക്കാണ്. കൃതിക എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കൃതികയ്ക്ക് 6:30 വരെ ട്യൂഷനുണ്ട്. അപ്പോൾ പിന്നെ അവളെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നേരിട്ട് വരുള്ളൂ. അപ്പോൾ അവളുടെ ട്യൂഷൻ കഴിയുമ്പോൾ ചേട്ടന് ഫോൺ ചെയ്യും. അപ്പോൾ ചേട്ടൻ പോയി, അവിടെ അടുത്ത് തന്നെയാണ്, അപ്പോൾ അവിടെ നിന്ന് പോയി കൊണ്ടുവരും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇവിടെ കരോൾ സിംഗിങ്ങിനൊക്കെ എന്തൊക്കെ ഉണ്ടാവും എന്നാണ്. അപ്പോൾ അത് കാണിച്ചു തരാം നിങ്ങളെയും കൂടി. ഒരു സന്തോഷമല്ല ഞങ്ങൾക്ക് ഇവിടെ. നമ്മൾ നാട്ടിൽ നിന്നൊക്കെ അകന്ന് താമസിക്കുമ്പോൾ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കര വിഷമാട്ടാ. പക്ഷേ ഇങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ ആഘോഷങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഈ കരോൾ സിംഗിങ്ങിൻ്റെ സന്തോഷമാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഒന്ന് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ റെഡിയായി, ഞാൻ റെഡിയായി. അനിക്കേത് ഷൂ ഇട്ടുകൊണ്ടിരിക്കുന്നത്. നല്ല തണുപ്പാട്ടോ. അത് കാരണം ദേ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് പോണത്. നല്ല തണുപ്പുണ്ട്. അനിക്കേത് ഷൂ ഇട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ചേട്ടൻ പിന്നെ വന്നു. അപ്പം ഞങ്ങളിപ്പോൾ എന്തായാലും കൃതികാനെ എടുക്കാൻ പോവാ. കൃതികാനെ എടുത്തിട്ടാ ദേ ചേട്ടൻ വന്നു. അതായിട്ട് ചേട്ടൻ ഭയങ്കര ബിസിയാണ് മൊബൈലിൽ. അപ്പോൾ കൃതികാനെ എടുത്തിട്ട് ട്യൂഷൻ്റെ അവിടേക്ക് പോവും. എന്നിട്ട് കൃതികാനെ എടുത്തിട്ട് ഞങ്ങൾ പള്ളിയിൽ പോവുള്ളൂ. കാരണം ഇത്ര നേരമായില്ലേ. ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് കൂടി ഉണ്ടാവുള്ളൂ അവൾക്ക് ട്യൂഷൻ. അപ്പോൾ പിന്നെ എന്തായാലും പോയി എടുത്ത് നേരെ പള്ളിയിൽ പോകാമെന്ന് വിചാരിച്ചു. नमस्कार. കൃതിക വരുന്നുണ്ട്. और बढ़िया सर. കൃതിക വന്നു കേട്ടോ. കൃതിക പക്ഷെ ട്യൂഷൻ കഴിഞ്ഞൂല. കൃതിക കുറച്ച് മുന്നിലേക്ക് കയറിയത് കാരണം ഇരുട്ട് കാരണം ഒന്നും കാണല്ലേ. ട്യൂഷനും കഴിഞ്ഞൂല. അത് കാരണം നേരത്തെ പോകേണ്ടി വന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് പള്ളിയിൽ പോകും. ഞങ്ങളും നേരം വൈകിട്ടോ. 6 o'clock ഇപ്പോൾ 6:15 അങ്ങനെ. ഇനിയിപ്പോൾ പള്ളിയിൽ എത്തിയിട്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം.
അപ്പം ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ. തിരിച്ചു വന്നു പള്ളിയിൽ നിന്ന്. കരോളൊക്കെ കഴിഞ്ഞു. കാപ്പി ഉണ്ടായിരുന്നു. പിന്നെ ദേ ഇങ്ങനെ ഒരു ബോക്സ് കിട്ടി. ഈ ബോക്സിൽ എന്തിട്ടാന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഭക്ഷണമാണ്, സ്നാക്കാണ്, സ്നാക്ക് ഐറ്റംസ് ആണ്. അപ്പം അതും നമുക്ക് നോക്കാം. ദേ എനിക്കത്ത് ഇവിടെ ഡാൻസ് കളിക്കുന്നുണ്ട് അല്ല എനിക്കത്ത്. അപ്പം ഇത് നമുക്ക് നോക്കാം ഇതിൽ എന്താന്ന്. അപ്പം ഇത് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. ഇതെന്തിട്ടാണെന്നറിയോ, ഇത് ഈ പപ്സ് ഇല്ലേ, പപ്സ്, ഇവിടെ പാറ്റീസ് എന്നാ പറയാ. ഇത് സമോസയുടെ ഒരു വേറെ രൂപം. ഇതില് നടുവിൽ ഇതേ കണ്ട, ഇതേപോലെ ഉരുളൻകിഴങ്ങിന്റെ മസാല ഉണ്ടാവും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ നമ്മുടെ മുട്ട പപ്സൊക്കെ കഴിക്കണ പോലെ തന്നെയാണ്. പിന്നെ അടുത്തത് കേക്കാണ്. ക്രിസ്മസ് ആയില്ലേ, ക്രിസ്മസ് ആകുമ്പോൾ പിന്നെ കേക്ക് ഇല്ലാത്ത കാര്യമില്ലല്ലോ. കുറച്ച് തിന്ന് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. പ്ലം കേക്കാണ് കേട്ടോ. ഇവിടെ ഉണ്ടാക്കുന്നതാണ്, നാട്ടിലത്തെ ടേസ്റ്റ് അല്ല, ഇവിടെ ഉണ്ടാക്കുന്ന നല്ലതാണ്. പിന്നെ എന്താണെന്നറിയോ, ലഡു. അപ്പം ഞാൻ അവിടെ നിന്ന് കഴിച്ചൊന്നുമില്ല, കാപ്പി കുടിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇല്ലേ, ഈ കരോള് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല തണുപ്പ്. ഞാൻ കാപ്പിയൊക്കെ എടുക്കുമ്പില്ലേ കൈയൊക്കെ വിറക്കണ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് തണുപ്പ് കൂടി ഇവിടെ. അപ്പോൾ നല്ല തണുപ്പ്. അത് കാരണം ഞാൻ ഇതൊന്നും കഴിക്കാനൊന്നും നിന്നില്ല. വീട്ടിൽ വരുമ്പോൾ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കരോള്. എല്ലാവരും കൂടി പള്ളിയിൽ ഒരു കുർബാന കാണും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം പാട്ട്, കളികൾ, പിന്നെ എല്ലാവരും കൂടി ഗെറ്റ് ടുഗെദർ, അത് തന്നെയുള്ളൂ. പിന്നെ ചായയും സ്നാക്കും. സാധാരണ ഭക്ഷണം ഉണ്ടാവാറുണ്ട്. ഈ പ്രാവശ്യം ഭക്ഷണം ഇല്ല. കാരണം അവിടെ എന്തോ കിണറിൽ വെള്ളം നല്ലതല്ല വരുന്നെന്ന് പറഞ്ഞു. അപ്പം അത് കാരണം ഈ പ്രാവശ്യം ഭക്ഷണം ഇല്ല. ഇല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം ഉണ്ടാവാം, പൂരിയും വെജിറ്റബിൾ കറി അങ്ങനെയൊക്കെ ആയിരിക്കും. കാരണം ഈ സമയത്ത് നോയമ്പ് ഉണ്ടാവുമല്ലോ ചിലർക്ക്, അതുകൊണ്ട് വെജിറ്റബിൾ ആയിരിക്കും. പക്ഷെ ഈ പ്രാവശ്യം ഭക്ഷണം ഇല്ല, സ്നാക്കാണ്. അങ്ങനെ കരോള് കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ കുറേ പേര് നാട്ടിലേക്കൊക്കെ പോകും. നമ്മൾ നാട്ടിൽ പോകണില്ല, നമ്മൾ ക്രിസ്മസിന് പോവാറില്ല. കാരണം ക്രിസ്മസിന് ഇവർക്ക് മുടക്കമൊന്നുമില്ല. അപ്പം അത് കാരണം നമ്മൾ പോവാറില്ല. പക്ഷെ ഈ കോൺവെന്റ് സ്കൂളിൽ പഠിക്കുന്നവരൊക്കെ പോകുന്നുണ്ട് കേട്ടോ നാട്ടിൽ. അപ്പോൾ അവരൊക്കെ ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു. അപ്പം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.